പാതിരാത്രിയിൽ വന്ന മാലാഖമാർ. മദീനയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒരു പാതിരാത്രിയിൽ കുഞ്ഞുങ്ങളുടെ വലിയൊരു വിലാപം ഉയർന്നു കേട്ടു. ഇടയ്ക്കിടെ അവരുടെ ഉമ്മ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതും കേൾക്കാമായിരുന്നു. വിശപ്പായിരുന്നു അവരുടെ പ്രധാന പ്രശ്നം. വിശപ്പുകൊണ്ട് ഉറക്കം വരാത്ത ആ കുഞ്ഞുങ്ങളെ സാന്ത്വനിപ്പിക്കാൻ കഴിയാതെ അവരുടെ ഉമ്മ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതിനിടയിൽ അടുപ്പിൽ തീ കത്തിച്ച് താൻ ഭക്ഷണം പാകം ചെയ്യുകയാണെന്ന് കുട്ടികളെ ധരിപ്പിക്കാൻ ഉമ്മ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്തു പറയാൻ, ആ കൊച്ചുകൂരയ്ക്കുള്ളിൽ ഒരു ഭക്ഷ്യവസ്തു പോലും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം നേരിൽ കണ്ടുകൊണ്ട് ഒരു മനുഷ്യൻ ആ പാതിരാ നേരത്ത് കുടിലിൻ്റെ വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഉമ്മയുടെയും മക്കളുടെയും ദുരിതം കണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താമസിയാതെ അദ്ദേഹം അവിടെ നിന്ന് തിടുക്കത്തിൽ നടന്നുപോയി. വീട്ടിൽ ചെന്ന് ഭാര്യയെയും കൂട്ടി അദ്ദേഹം വീണ്ടും അവിടേക്ക് വന്നു. വെറുതെയല്ല വന്നത്. ഭക്ഷണം പാകം ചെയ്യാനുള്ള ഗോതമ്പ് മാവും അതിൽ ചേർക്കാനുള്ള മറ്റ് അവശ്യ വസ്തുക്കളുമെല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ കുടിലിനുള്ളിലേക്ക് കടന്ന് ഭക്ഷ്യവസ്തുക്കളെല്ലാം വേഗത്തിൽ പാകം ചെയ്തെടുത്ത് കുട്ടികൾക്ക് പങ്കുവെച്ചു കൊടുത്തു. കുട്ടികൾ ആർത്തിയോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ആ ഉമ്മയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് പുറത്തെ ഇരുട്ടിൽ നിന്നിരുന്നയാളുടെ മനസ്സും വല്ലാതെ വേദനിച്ചു. കുട്ടികളുടെ വിശപ്പ് നന്നായി മാറിയെന്ന് മനസ്സിലായപ്പോൾ ആ സ്ത്രീയും പുറത്തു നിന്ന മനുഷ്യനും അവിടെ നിന്ന് നടന്നകന്നു. തങ്ങളെ പോറ്റാൻ മാലാഖമാരെ പോലെ അവിടെ വന്നത് കരുണാമയനായ ഖലീഫ ഉമറും ഭാര്യയുമാണെന്ന് ആ ഉമ്മയ്ക്ക് പിന്നീടാണ് മനസ്സിലായത്. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ സന്തത സഹചാരിയായിരുന്നു ഖലീഫ ഉമർ. അദ്ദേഹം ലളിത ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. 10 വർഷത്തോളം ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം പാവങ്ങളുടെ കണ്ണീർ തുടയ്ക്കുക എന്നത് മാത്രമായിരുന്നു.